ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് പാക് അധിനിവേശ കശ്മീരുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നരേന്ദ്രമോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ വലിയ വെല്ലുവിളി അവിടുത്തെ ബിലാവൽ ഭൂട്ടോ പങ്കുവെക്കുകയാണ്. പാക് അധിനിവേശ കശ്മീരിൽ ആളിക്കത്തുന്ന പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭത്തിലും സ്വാതന്ത്ര്യ സമര നീക്കങ്ങൾക്കും ഇടയിലാണ് ഈ വെല്ലുവിളി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരിയാണ് ഇത്തരത്തിലൊരു വെല്ലുവിളി ഉയർത്തുന്നത്. അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പറഞ്ഞുവിടുന്ന ഭീകരവാദികളെ പാക് സൈന്യം ശക്തമായി നേരിടുന്നുണ്ടെന്നും സിന്ധു നദീജല വിതരണ വിഷയത്തിൽ മോദിക്കുള്ള മറുപടി പാകിസ്ഥാൻ ജനങ്ങൾ നൽകുമെന്നുമാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. മറ്റൊരു പ്രധാന വാദം കൂടി ബിലാവൽ ഭൂട്ടോ മുന്നോട്ട് വെക്കുന്നത് US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിക്കും മുൻപ് മോദി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെയാണ് യുദ്ധം ആരംഭിച്ചത്. ലോകത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇത്തരം നേതാക്കൾ അതുവഴി പാകിസ്ഥാനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബിലാവൽ ഭൂട്ടോ പറയുകയാണ്. ഇതിനിടയിൽ പാക് അധിനിവേശ കശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12ആയി. വൻതോതിൽ സുരക്ഷാ സേനയെ ഈ പ്രദേശത്ത് വിന്യസിച്ചു. ഒപ്പം പാകിസ്ഥാൻ സർക്കാർ മാധ്യമ വിലക്കും ഏർപ്പെടുത്തിയ പശ്ചാത്തലം പ്രധാനമാണ്. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ നേരിടുന്ന അസാധാരണമായ നിരവധി പ്രതിസന്ധികളുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ ഇത്തരത്തിലുള്ള ചില ഭീഷണികളും വെല്ലുവിളികളും ചില വിമർശനങ്ങളും മറ്റും. എന്താണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്? രഞ്ജിത്ത്, പാകിസ്ഥാനിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ അസാധാരണമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ സുപ്രധാനമായ ഒരു കാര്യം, ഇന്ത്യയുമായി വലിയ ഐക്യം അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു വലിയ പ്രസ്താവന, 1.5 ലക്ഷത്തോളം ആളുകൾ അവിടെ യോജിച്ച ഒരു മൈതാനത്ത് വെച്ചാണ്, അതായത് ഈ റാവൽകോട്ടിലെ ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ വെച്ചാണ് അവിടുത്തെ ഈ നേതാവായ സർദാർ അമൻ ഖാൻ പ്രഖ്യാപിക്കുന്നത് ഈ പാക് അധിനിവേശ കാശ്മീർ ആണ് ഈ പ്രദേശം. പാകിസ്ഥാൻ ഇതിനെ സ്വതന്ത്ര കാശ്മീർ എന്നും അതുപോലെ ചില അന്താരാഷ്ട്ര വിഭാഗങ്ങളൊക്കെ ഇതിനെ പാക് ഭരണത്തിലുള്ള കാശ്മീർ എന്നും വിളിക്കുമ്പോഴും ഇത് യഥാർത്ഥത്തിൽ പാക് അധിനിവേശ കാശ്മീരാണ് എന്ന് ആ പ്രദേശം ജനങ്ങൾ തന്നെ പറയുന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അവിടെ ഉരുണ്ടുകൂടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ലോങ് മാർച്ചിന് വേണ്ടി അവിടുത്തെ ജനക്കൂട്ടം തയ്യാറെടുത്തിരുന്നു. പ്രത്യേകിച്ച് മുസഫർബാദിലും റാവൽകോട്ടിലുമൊക്കെ പാക് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ശക്തമായി രംഗത്ത് വരുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലോങ് മാർച്ച് തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കണം എന്ന് ബിലാവൽ ഭൂട്ടോ ആവശ്യപ്പെട്ടു. പല പാക് നേതാക്കളും ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊക്കെയുള്ള തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ 38 ഇന ചില ആവശ്യങ്ങളാണ് ഈ അവിടെ നിന്നുള്ള പാക് അധിനിവേശ കശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ പാകിസ്ഥാൻ ഭരണകൂടം നേരിടുന്നത് അവർക്കുള്ള ഭക്ഷണവും മരുന്നും അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭത്തെ ഇരുമ്പ് മുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു രീതി പാകിസ്ഥാനിൽ നടക്കുന്നു. അതിനെതിരെയുള്ള ജനരോഷം അനുദിനം വർദ്ധിച്ചു വരുന്നു. ആദ്യമൊക്കെ ഈ യോഗങ്ങളിൽ 20,000 30,000 പേര് എത്തുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ പലയിടങ്ങളിൽ 80,000-ലും അധികം ആളുകൾ എത്തുന്നു. ചിലയിടങ്ങളിൽ അത് 1.5 ലക്ഷത്തോളം ആളുകളൊക്കെ വരുന്നു. അവരൊരു ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ നമ്മുടെ നിയന്ത്രണ രേഖയിലേക്ക് ആണ് ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് തങ്ങൾക്ക് കടക്കാൻ അവസരം നൽകണം. ഈ ജമ്മു കാശ്മീരിലെ ആളുകൾ, പൂഞ്ചിലെ ആളുകളൊക്കെ അതിനുള്ള സഹായങ്ങൾ നൽകണം, മരുന്നും ഭക്ഷണവുമൊക്കെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വരികയാണ്. ഈ ഘട്ടത്തിലാണ് ബിലാവൽ ഭൂട്ടോവിൻ്റെ ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. പക്ഷേ ബിലാവൽ ഭൂട്ടോ കുറച്ചുകൂടി തന്ത്രപരമായി അവിടുത്തെ ഈ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് പറയുന്നത്. അവരെ ആക്രമിക്കുന്ന രീതി ശരിയല്ല, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെ സർക്കാരിനോട് അപേക്ഷിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ ഒരു ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ചില പരാമർശങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയുടെ യോഗങ്ങളിലെ ശേഷമുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ബിലാവൽ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ മറ്റൊരു പതിപ്പാണ് നരേന്ദ്രമോദി എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പാകിസ്ഥാനിലെ ജനങ്ങളും അതുപോലെ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങളും കേൾക്കുന്ന മട്ടില്ല. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.